കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച ഒരു പ്രധാനപ്പെട്ട നേതാവ് ബി ജെ പിയുടെ പ്രിയങ്കരനായിരുന്നു. അണ്ണാമലയെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഷഹസാദ് പൂനാവാല എന്ന് പറയുന്ന നേതാവ്. ബി ജെ പിയുടെ ദേശീയ വക്താവായിരുന്നു അദ്ദേഹം ഇരിക്കുന്ന ചാനൽ ചർച്ചകളിൽ അപ്പുറത്തിരിക്കുന്ന ആൾ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം മുട്ടിപ്പോകുമായിരുന്നു. അദ്ദേഹത്തിന്റെ പല ക്ലിപ്പുകളും വൈറലാണ്. ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിൽ അദ്ദേഹം വളരെ ഗംഭീരമായി തന്നെ ആ പണി നിർവഹിച്ചിരുന്നു എന്ന് യാതൊരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടാണ് ബി ജെ പി വിട്ടത് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അവിടെയാണ് ഈ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയെ പല ആൾക്കാരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത്, എനിക്ക് വീട്ടുവാടക കൊടുക്കാൻ പോലും കയ്യിൽ പണമില്ല, പാർട്ടി പ്രവർത്തനം കൊണ്ട് എനിക്കൊന്നും തന്നെ ലഭിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ബി ജെ പി പല ആൾക്കാരും പാർട്ടിയിലേക്ക് വരുന്നത് തന്നെ പണം ഉണ്ടാക്കാനും കോടികൾ സമ്പാദിക്കാനും ഒക്കെയാണ്. അണികളായിരുന്നാലും ശരി തന്നെയാണ്, പണം ഉണ്ടാക്കണം, അവരുടെ ബന്ധുക്കൾക്കും അവരുടെ ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള പിൻവാതിൽ നിയമനങ്ങൾ വേണം. അതായത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വരുന്ന സാഹചര്യത്തിലാണ് ബി ജെ പിയിൽ ഒരു വക്താവ് പറയുന്നത്, എനിക്ക് ബി ജെ പിയിൽ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ല, അതിന്റെ പ്രധാനപ്പെട്ട കാരണം എൻ്റെ ഉപജീവന മാർഗം നിലച്ചിരിക്കുന്നു എന്ന്. ഇത് പറഞ്ഞ മറ്റൊരു നേതാവിനെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ നമുക്ക് നല്ലപോലെ അദ്ദേഹത്തിനെ അറിയാം. അത് ഒന്ന് സുരേഷ് ഗോപിയാണ്. കാരണം കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ് കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കില്ല. കാരണം അത്ര വലിയ പണിയാണ് കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത്. നിന്ന് തിരിയാൻ സമയം കിട്ടില്ല, പ്രത്യേകിച്ച് നരേന്ദ്രമോദി മന്ത്രിസഭയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രിയാകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടും എന്നെ പിടിച്ച് കേന്ദ്രമന്ത്രിയാക്കി. എന്നിട്ടും ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ശ്രമിച്ചപ്പോൾ അത് നടക്കില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞു. സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ വരുമാന മാർഗം നിലച്ചു പോകും എന്നാണ് സുരേഷ് ഗോപി ആ സമയത്ത് പറഞ്ഞത്. എന്തായാലും ബി ജെ പി ദേശീയ വക്താവ് ഷഹസാദ് പൂനാവാല എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വ്യക്തിപരമായ സാഹചര്യങ്ങളുമാണ് പ്രധാന കാരണങ്ങളായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഡൽഹിയിൽ രാഷ്ട്രീയ പാർട്ടികൾ വക്താക്കൾക്ക് ശമ്പളം നൽകുന്നില്ല, അതിനാൽ വീട്ടുവാടക നൽകാൻ ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് പുതിയ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. എന്നിരുന്നാലും പ്രധാനമന്ത്രി മോദിയുടെ ദർശനത്തോടുള്ള എൻ്റെ സമീപനത്തിൽ യാതൊരുവിധ മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഒരു കാരണവശാലും കോൺഗ്രസിലേക്ക് ഒരു തിരിച്ചുപോക്കില്ല എന്നും അദ്ദേഹം അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.